ഹായ് ഫ്രണ്ട്സ്, ഡിയർ എവറിത്തിങ് ഹോംമെയ്ഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോ അല്ല. നമുക്കെല്ലാവരും ഇപ്പോൾ ബർത്ത്ഡേക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോയിൽ ബലൂൺസ്. അപ്പോൾ ലെറ്റേർഡ് ആയിട്ടുള്ള ഫോയിൽ ബലൂൺസ്. അപ്പോൾ ഇതെല്ലാവർക്കും എയർ ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാനറിയാം. പക്ഷേ ഇത് യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എയർ കളയാനായിട്ട് നോർമലി കുറച്ച് പേർക്കേ അറിയാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പാക്കിലേക്ക് നോക്കാം. ഇതിൻ്റെ പാക്കിൻ്റെ അകത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റേഴ്സ് ഉണ്ടാവും. അതായത് എല്ലാ ലെറ്റേഴ്സും പ്ലസ് ഒരു സ്ട്രോ ആണ് അതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ലെറ്റേഴ്സ് ഈ സ്ട്രോ യൂസ് ചെയ്ത് എയർ ഫില്ല് ചെയ്യാം. ഞാൻ 3 ലെറ്റേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ലക്കിലി നമ്മുടെ DIYയുടെ 3 ലെറ്റേഴ്സും ഹാപ്പി ബർത്ത്ഡേയുടെ ലെറ്റേഴ്സിൻ്റെ അകത്ത് വരുന്നത് കൊണ്ട് ഞാൻ അത് മാത്രമാണ് ഫില്ല് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എയർ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഒന്നും ഒട്ടിച്ചൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇത് ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ ഇതിന് എയർ ഭയങ്കര സ്ലോ ആയിട്ടാണ് പുറത്തേക്ക് പോകുള്ളൂ. അതായത് നമ്മുടെ നോർമൽ ബലൂൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ എയർ പുറത്തേക്ക് ചെറുതായി ഇപ്പോൾ ആ ബലൂൺസ് ചെറുതായി വരും. പക്ഷേ ഈ ബലൂൺസിൻ്റെ കാറ്റ് അത്ര പെട്ടെന്നൊന്നും പോയില്ല. ഇന്ന് വീർപ്പിച്ച് വെച്ച ബലൂൺ നാളെ നമ്മൾ നോക്കിയാൽ പോലും ആ സെയിം സ്റ്റേറ്റിലിരിക്കുന്നുണ്ടാവും. എങ്ങനെയാണോ നമ്മൾ വെച്ചത് അതേ രീതിയിലിരിക്കുന്നുണ്ടാവും. ഒരു തുള്ളി കാറ്റ് പോലും അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ബലൂൺസിൻ്റെ കാറ്റ് കളയാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ പരിപാടി ഫുള്ളും കഴിയുന്നതാണ്. പക്ഷേ ഒത്തിരി ആൾക്കാർക്കൊന്നും ഇതെങ്ങനെയാണ് ഇതിൻ്റെ എയർ കളഞ്ഞെടുത്ത് വെക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എയർ കളയുന്നതെന്ന് നോക്കാം സിമ്പിളായിട്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് നമ്മൾ വീർപ്പിക്കാൻ യൂസ് ചെയ്ത ആ സെയിം സ്ട്രോ ആണ്. ആ ഹോളിലേക്ക് അതിനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നല്ലോണം ഈ സ്ട്രോനെ ഇൻസേർട്ട് ചെയ്യണം. നല്ലോണം അകത്തേക്ക് കയറിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബലൂണിൻ്റെ അകത്ത് നിന്ന് എയർ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നല്ലോണം അകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ അതിൻ്റെ എയർ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വീഡിയോൻ്റെ അകത്ത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് എയർ കളയുന്നത്. അതിൻ്റെ അകത്ത് എയർ പോയി തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ഫ്ലാറ്റായ സർഫസിൽ വെച്ചിട്ട് നല്ലോണം സൈഡിൽ നിന്നും എല്ലായിടത്തു നിന്നും അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബലൂണിൻ്റെ അകത്ത് നിന്ന് എയർ തന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ മെത്തേഡ്. നമുക്ക് ഇതുപോലെ എല്ലാ ബലൂൺസിൻ്റെ അകത്തു നിന്നും എയർ കളയാം. അപ്പോൾ നമ്മളെല്ലാ ബലൂൺസിൻ്റെ എയർ കളഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതുതായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.